തരുണിനെ എനിക്ക് ആക്ച്വലി എന്റെ മനസ്സിലുള്ള ഒരു ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തോന്നുന്നത് എനിക്കൊരു ഫിലിമിൽ ഒരു പഠിപ്പിസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. എന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് ബഹളികളാണ്. നല്ല ഔട്ട് വേണമെങ്കിൽ ആക്ടേഴ്സ് കംഫർട്ടബിൾ ആയിരിക്കണം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ദിവസം, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നു. ഓപ്പറേഷൻ ജവാദ് ഞാൻ അഭിനയിക്കാൻ വേണ്ടി എഴുതിയ സിനിമ. ഭയങ്കരമായ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ആർട്ട് ഭംഗിയാവും. പടം കണ്ട് തിരിച്ചു പോകുന്നിടത്ത് ഭയങ്കര ഹാപ്പി ഹഗ് ചെയ്ത് നമുക്ക് എന്തായാലും അസോസിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു വലിയ ബൊക്കെ വരുവാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ടോട്ടലി ഡിഫറെന്റ് വൈബിലാണ് വന്നിരിക്കുന്നത്. പരിപാടി തുടക്കത്തിലേ പാളിയിരിക്കാൻ ചെറുതായിട്ട് ഞങ്ങൾ ഞങ്ങൾ വണ്ടി നിർത്തിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞേ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഇന്റർവ്യൂ സ്റ്റാർ എന്നുള്ള പേരൊക്കെ വരും. അപ്പം നമ്മൾ ലെമോ കാർ എടുത്ത് ദുബായ് മൊത്തം കറങ്ങാൻ തരണേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു പറ്റിച്ച് ലെമോ കാർ കയറാന്നുള്ള കൊതിപ്പുറത്താണ് സത്യത്തിൽ കയറിയത്. കയറി കഴിഞ്ഞാൽ ഇതെന്ത് ടെമ്പോ ട്രാവലാ. എന്നോടൊരു കാര്യം ചോദിക്കാണ്ടേ, നീ എവിടെ പരിപാടി? ഞാൻ ഇവിടെ 2-3 ഇന്റർവ്യൂ ആയി ചെയ്തത്. ഇതിപ്പോ നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്താലില്ലേ? തുടക്കത്തിലെ ഒരു ഇന്റർവ്യൂ പാളുക എന്ന് പറയുന്നത് അത് ഇവക്ക് മാത്രം സാധിക്കുന്ന. ലാസ്റ്റ് റൊമാൻസ് ഞങ്ങൾ ഇങ്ങനെ വളരെ അടിച്ചു പൊളിച്ചായിരുന്നു. ഒഫീഷ്യലി വെൽക്കമിങ് ഞങ്ങൾ ഇരിക്കുന്നത് ലെമോ കാറിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഞാനിങ്ങനെ ചോദിക്കാൻ വരുമായിരുന്നു, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ദിവസം, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നു. ഇപ്പൊ പോകുന്നില്ല, ഇപ്പൊ നിക്കുന്നു. ഇപ്പൊ ആളുകൾ ഓർക്കും ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂ ചെയ്യാന്ന്. അല്ല, ഇവര് ഞങ്ങള് വേറെ പാലസ്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും, ഇപ്പം പീകോക്ക് വരും കേട്ടോ. ഇപ്പൊ ലെമോ കാറിന്റെ അത് ഒരു പറമ്പിൽ നിർത്തിയിട്ടത് ഞങ്ങൾ ദുബായിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അല്ല, ഞാൻ ആക്ച്വലി ചോദിക്കുന്നത് വിചാരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ദുബായിലാണ് നിൽക്കുന്നത്. അപ്പം ദുബായിൽ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. നീ അത് വിട്. അപ്പം ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി കാണും. ദുബായിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടറിഞ്ഞ ഒരു UAE ആവില്ല നമ്മൾ വന്ന് കാണും. അപ്പൊ നിങ്ങളുടെ ഒരു ദുബായ് മെമ്മറീസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഡിഫറെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ഞാനിവിടെ അബുദാബിയിൽ 2 വർഷം ജോലി ചെയ്തതാ. ഒരു 2015 to 17 ഞാനിവിടെ 2 വർഷം ജോലി ചെയ്തു. ഞാൻ ആദ്യമായിട്ട് UAE വരുന്ന 2013 വരുന്നത്. അന്ന് ഞാൻ അബുദാബിയാണ് വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിൽ എയർപോർട്ട് 2 സൈഡിലും മണൽക്കൂനകൾ, ഒട്ടകം ഇങ്ങനെ നടക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഇനി. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു ഫുള്ള് മരം, ആടുമായിട്ട് വലിയ വ്യത്യാസം തോന്നിയില്ല. 2013 ഫുള്ള് മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു, അല്ല ബസ് എവിടെ മരുഭൂമി, മരുഭൂമി ഒന്ന് കാണണല്ലോ. അത് ഇവിടുന്ന് 100 കിലോമീറ്റർ പോണം കാണണമെങ്കിൽ. വണ്ടി എടുത്ത് പോയിട്ട് വേണം ഇവിടുന്ന് മരുഭൂമി കാണാൻ. അവിടെ എവിടെയാ മരുഭൂമി? സാൻഡ് ഡ്യൂൺസ് കാണാൻ പോണം, ഇവിടെ ഇല്ല. അതാണ് എന്റെ ഓർമ്മ. അല്ല, എന്റെ ഓർമ്മ ഞാൻ ആദ്യമായിട്ട് UAE വരുന്നത് സൗദി വെള്ളക്കയുടെ പ്രൊമോഷൻ. അപ്പം അത് രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം ഞാൻ കോഴിക്കോട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നേരെ, അതായത് 2 ദിവസം കോഴിക്കോട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് വന്ന് പോകാമെന്നാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ കോഴിക്കോട് പോകുമ്പോൾ തന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം എടുത്ത് വെച്ച് വന്ന് കയറി. അപ്പം ഞങ്ങൾ പ്രീപ്രഷൻ നടക്കുന്ന ഫ്ലാറ്റിലാണ് ബാഗ് വെച്ചത്. അപ്പോൾ അസിസ്റ്റൻസിനോട് രാവിലെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് നീ എൻ്റെ ബാഗും പാസ്പോർട്ടും തന്നാമെന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. എൻ്റെ കൂടെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമും എല്ലാവരും ഉണ്ടായിരിക്കും. വന്ന് രാവിലെ 4 മണിക്ക് വണ്ടി വരുന്നു. ഇവന്മാർ അസിസ്റ്റൻസ് കൃത്യമായിട്ട് ബാഗ് കൊണ്ടുതരുന്നു. ഞാൻ നേരെ എയർപോർട്ടിൽ വന്ന് കയറുന്നു. എയർപോർട്ടിൽ വന്ന് ഇത് കൊടുക്കുമ്പോഴാണ് ഇത് പഴയ പാസ്പോർട്ടാണ്. പഴയ പാസ്പോർട്ടാണ്. അപ്പം അപ്പം എൻ്റെ ഉള്ള പ്രൊഡ്യൂസറൊക്കെ അകത്ത് കയറിപ്പോയി. നീ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ എന്നെ വഴക്കിലുണ്ടാവും. ഞാൻ ചേട്ടാ, ഞാൻ പണ്ടെടുത്ത പാസ്പോർട്ടാണ്. എപ്പോഴാണ് പക്ഷെ പോകാനുള്ള ഭാഗ്യം വന്നത്. ഭാഗ്യം എന്നല്ല, അതൊരു അവസരം വന്നത്. അപ്പം നമ്മളത് നോക്കിയിട്ട് ഞാനിങ്ങനെ പറ്റില്ല, അത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരിക്കുന്നത് ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പുറത്തിരുന്ന് ബാഗിൻ്റെ അകത്ത് എല്ലാം തപ്പുന്നുണ്ട്. അപ്പോൾ ഒന്നും കിട്ടണില്ല. അവസാനം ഞാൻ അസിസ്റ്റൻസിനോട് പറഞ്ഞു, വൈക്കത്ത് പോകും,
വിത്തിൻ 1 hour വൈക്കത്തുനിന്ന് പാസ്പോർട്ടുമായിട്ട് വരണം. അപ്പോൾ അവരും പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാം, സമയമുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു വൈക്കത്തേക്ക് ഒരു അസിസ്റ്റൻറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് അച്ഛനെ രാവിലെ വിളിച്ചെണീപ്പിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് പാസ്പോർട്ടുമായിട്ട് ഓൺ ദ വേ വരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചൊരു മേടിച്ചിട്ട് പാസ്പോർട്ടായിട്ട് വരാം. അപ്പം അങ്ങനെ അച്ഛൻ പക്ഷേ പാസ്പോർട്ട് വീട്ടിൽ തപ്പിട്ടും കിട്ടുന്നില്ല. അപ്പം പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു, ഒരിക്കലും പോകാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ ബാഗ് ഇട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫേസ് വാഷ് എടുത്ത് നോക്കിയിട്ട് വേറൊരു കളിക്കത്തിട്ട് അതിൻ്റെ അതൊരു പാസ്പോർട്ട്. പിന്നെ ആ പാസ്പോർട്ടായിട്ട് കയറിയതാണ് എൻ്റെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലിമോ കാറിൻ്റെ അത് പറന്നിട്ട് ഷൂട്ട് ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കിത് ആക്ച്വലി ഒരു ദേജാവോ സിറ്റുവേഷൻ പോലെ തോന്നും. കാരണം 2022 ആക്ച്വലി സൗദി വിളക്കയുടെ സമയത്താണ് തരുണും ബിൻചേട്ടനുമായിട്ട് നമ്മള് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, അതെ, ഡിഫറെന്റ് സെറ്റപ്പിൽ നമ്മൾ ഇരിക്കുന്നത്. ഈ നമ്മൾ നോക്കിയാൽ ശ്രീനിവാസൻ സാറ്, സത്യൻ അന്തിക്കാട് സാർ, ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആക്ടർ ഡയറക്ടർ കോംബോ ഒക്കെ എന്ന് പറയുന്നത്. ഈ 2021 അല്ലെങ്കിൽ ഓപ്പറേഷൻ ജാവ തൊട്ടേ നിങ്ങൾ ആക്ടർ ഡയറക്ടർ പിന്നെ ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടർ ടു ഡയറക്ടർ, ഇപ്പൊ നോക്കിയ റൈറ്റർ ഡയറക്ടർ, ഇതിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു അഡൽട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫിൽട്രേഷൻ പ്രോസസ്, നമ്മൾ കട്ട് ഓഫ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നത്. വാട്ട് കീപ്സ് യു ബോത്ത് ടുഗെദർ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും പോരുന്നു എൻ്റെ കൂടെ നിന്ന് തരുൺ ചോദിച്ചപ്പോൾ കൂടെ പോകാനുള്ള ഒരു കാര്യവും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ബോണ്ട് എങ്ങനെയാണ്? മോത്തോക്കി കാര്യം പറയും, ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതെനിക്ക് വിഷമമായി വിഷമായി, സങ്കടപ്പെടുക എനിക്ക് ഫീൽ ആയി. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് നിങ്ങള് കറക്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് എന്തെങ്കിലും പറഞ്ഞ് അത് ഉള്ളിൽ വെച്ച് നടക്കുക അല്ലെങ്കിൽ അത് പറയാണ്ടിരിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഒരു പാമ്പറിങ് അല്ലെങ്കിൽ സൂചിപ്പിക്കൽ പരിപാടികളൊന്നും ഇല്ല. അത് മോശമായിപ്പോഴാ അല്ലെങ്കിൽ തന്നെ ഇറങ്ങി ഫീൽ ആയടാ, അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പോണത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ കാണും. എനിക്ക് തോന്നുന്നു ബിനിച്ചേട്ടനിൽ എവിടേക്കോ ഒരു തരുണിന്റെ റിഫ്ലക്ഷനും അങ്ങനെ കാണും അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരാളല്ലേ നമ്മളെ കൂട്ടുകാരനാവും. ശരിയാണ്. അല്ലാത്ത ആൾക്കാർ നമ്മളെ കൂട്ടുകാരാവില്ലല്ലോ. നമുക്ക് ഹലോ ആയി ബന്ധമല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ നമ്മൾ കൂട്ടുകാരായിട്ട് വെക്കുക. ഞാൻ ആക്ച്വലി ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്താണ് ബിൻചേട്ടനെ കാണുന്നത്. അതിന് മുമ്പൊന്നും എനിക്കൊരു പരിചയമില്ല ബിൻചേട്ടനെ. അതിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഷിഖേട്ടൻ്റെ സിനിമകളിലും ഒക്കെ ഇങ്ങനെ വേഷങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആഷിഖേട്ടൻ്റെ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല. ഒരു രസമുള്ളൊരു രൂപമുള്ള ഒരു ആക്ടർ എന്ന രീതിയിലൊക്കെ അപ്പുറത്ത് ഒരു പെർഫോമൻസ് രീതിയിലൊന്നും നോക്കി ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഹെലൻ, അത് ഈ ജാവ ചെയ്യണതിന് കുറച്ച് നാൾ മുമ്പാണ് ഹെലൻ ഇറങ്ങുന്നത്. ഹെലൻ ഭയങ്കര വിനീത് ശ്രീനിവാസൻ പ്രസൻസ്, അന്നാബന്റെ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പോകണം. മാത്തുക്കുട്ടി അത് അവർ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതിൻ്റെ ട്രെയിലറും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിയ 2 ടേക്ക് അവേ ആയിരുന്നു. ഒന്ന് അജു, ഒന്ന് ബിനുചേട്ടനും അവസാനം കുറച്ച് നേരത്തേക്ക് വേണം. അപ്പം അജു ഇവർ രണ്ടുപേരും നമ്മൾ പെട്ടെന്ന് എന്തോ ഇവർ നല്ല രസമുള്ള ആക്ടേഴ്സ് എന്ന്, ഓവറോൾ ആ സിനിമ നല്ലതാണ്. പക്ഷെ ഞാൻ ആ സിനിമയിൽ നിന്ന് ടേക്ക് അവേ ചെയ്തുകൊണ്ട് പോകുന്ന 2 ആർട്ടിസ്റ്റുകൾ അജുവും ബിനുചേട്ടനുമാണ്. അപ്പം അങ്ങനെ അപ്പം എനിക്ക് എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും സിനിമയൊക്കെ ചെയ്യുമെങ്കിലോ എപ്പോഴെങ്കിലൊക്കെ ഒരുപാടൊക്കെ അസോസിയേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളതെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ജാവ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ജോയ് സാറിനെ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ വന്നു, അഭിനയിച്ചു. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ഇവർ ജോണി ആൻ്റണിനെ കാണാനായിട്ട് ഇവരെല്ലാം കൂടി ഒരു സ്ലോ മോഷനിൽ നടന്ന് കയറുന്ന ഷോട്ടാണ്. അപ്പം ഞാൻ മൗണ്ടറിൻ്റെ ബാക്കിൽ ഇരിക്കുന്നു, ഇവരിങ്ങനെ നടന്ന് കയറി പോകുന്നു. അപ്പം ഞാൻ ഓക്കെ ടേക്ക് ഓക്കെയാണ് വാക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു സ്ലോ മോഷൻ ബിൽഡപ്പുകളൊക്കെ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇയാൾ ഫസ്റ്റ് ഡേ ആണ് തന്നെ. അപ്പം ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ നമുക്ക് ഷൂട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഷിഫ്റ്റ് ഇതിന്റെ ചെറിയൊരു അതുപോലെ തന്നെ ഞങ്ങളൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്ന് ലൊക്കേഷനിൽ വന്ന് ഞാൻ കാല് കുത്തി ഓക്കെ റെഡി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷിഫ്റ്റ് ആയതിൻ്റെ ഒരു പ്രഷറിലാണ് ഞാൻ നിൽക്കണേ. അപ്പം അതിൻ്റെ ഒരു പ്രഷറൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ടൈം കളയാണ്ട് വേഗം ഷൂട്ട് ചെയ്ത് പോയി. അപ്പം ചേട്ടൻ എടാ ഞാൻ ഓക്കെ അല്ലേ, നീ ഹാപ്പി ആകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചേട്ടാ ഹാപ്പിയാണ്. പിന്നെ ഫസ്റ്റ് ഡേ ജോണി ചേട്ടൻ്റെ അടുക്കുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു പിടുത്തമുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ബ്രേക്ക് ആവുന്നില്ല. കാരണം എല്ലാവരും ഇതൊരു കുറേ പേര് പെട്ടെന്ന് വന്ന് അസോസിയേറ്റ് ചെയ്ത് പെട്ടെന്ന് ആകുന്നൊരു സിങ്ക് ആകുന്നില്ല. അപ്പം ആ സിങ്ക് ആകുമ്പോൾ ഞാൻ നീ ഹാപ്പി അല്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആക്ടർ നമ്മുടെ ഇടയ്ക്കിലൊന്ന് നിരന്തരം ഈ ഫീഡ്ബാക്സ് എടുക്കുക, സിങ്ക് നോക്കുക എന്ന് പറയുന്നത് അതങ്ങനെ എല്ലാവരും ചെയ്യും. ചില ആൾക്കാർ ചെയ്തിട്ടാണ് പോകും. അപ്പം തന്നെ എനിക്ക് വർക്കൗട്ടായി തുടങ്ങി. പിന്നെ പറയുന്ന പോലെ നമുക്കൊപ്പം കൂടെ നിൽക്കുന്നു, ആ സിനിമയ്ക്കൊപ്പം അഭിനയിച്ചിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ സിനിമ ഇറങ്ങണം, അത് വിജയിക്കണം, അതിൻ്റെ പ്രൊമോഷൻ പോകണം, അതിൻ്റെ സക്സസ് എൻജോയ് ചെയ്യണം, അതാണ് പ്രോസസ്. അല്ല അഭിനയിച്ച് പോക്കറ്റിൽ കാശ് വാങ്ങി പോകുന്നതിനപ്പുറത്തേക്ക് ഓൾ പ്രോസസ് എൻജോയ് ചെയ്യുന്ന ഹ്യൂമൻസ് വളരെ കുറവാണ് ഇൻഡസ്ട്രിയിൽ.
അപ്പം അങ്ങനെ വൺ ഓഫ് ദ പേഴ്സൺ ആണ് ബിൻചാൻ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ നമ്മളുടെ ഒരു പ്രോസസ്സിനൊപ്പം കൂടുക. പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ്, ഈ പറയുന്ന UAE വിസിറ്റുകൾ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോലുള്ള വിസിറ്റുകൾ, അതിൻ്റെ സക്സസ് ഇവൻ്റ്, ഇതാണ് എൻ്റെ ജോലി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതാണ് എനിക്ക് ഇദ്ദേഹത്തോടൊക്കെ ഇഷ്ടക്കൂടുതൽ. അങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജേണിയും ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. ബിൻചേട്ടനെ ഞാൻ എവിടെയോ ഒരു ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു, ഓഫ് റോഡിങ് പോകുന്നൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓഫ് റോഡിങ് പോയിരിക്കുമ്പോ ഏത് ടൈപ്പ് ഓഫ് റോഡിങ് ആക്ച്വലി ചെയ്യുന്ന? മറ്റേ കാർ? അങ്ങനെയല്ല, ഞങ്ങള് എന്താ പറയാ, താറ്, ജിംനി, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികള്, അല്ലെങ്കിൽ ജീപ്പ് റാംഗ്ലർ, അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഉണ്ട്, ഫൺ ഡ്രൈവ്സ് ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു KMSS എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ UKO എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഡ്രൈവേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പം ഞങ്ങളത് ഫണ്ടിനും പോകാറുണ്ട്, കോമ്പറ്റീഷൻസ് ആയിട്ട് നടത്താറുണ്ട്. കൂടുതലും SUV, കാർ, അങ്ങനത്തെ SUVs യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഇങ്ങനത്തെ പറയുന്ന താറ് അല്ലെങ്കിൽ ജിംനി, അങ്ങനത്തെ ഹൈലക്സ്, അങ്ങനത്തെ വണ്ടികളൊക്കെ 4x4 കേപ്പബിൾ ആയിട്ടുള്ള ലോ റേഷ്യോ ഗിയർ ബോക്സ് ഉള്ള വണ്ടികളാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ലൈക്ക് അങ്ങനത്തെ ടെറൈൻസും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ അതത് ടെറൈൻസിന് പറ്റുന്ന വണ്ടികളായിട്ട് പോവുക. അത് ഫൺ ഡ്രൈവ് ആയിട്ടും പോകാറുണ്ട്. അത് കൂടാണ്ട് നമ്മൾ കോമ്പറ്റീഷൻസ് ആയിട്ട് നടത്താറുണ്ട്. ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ നടത്തിയിരുന്നു. കേരളത്തിൽ ഒരുപാട് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അല്ല, ഓക്കെ, അതേമാതിരി തന്നെ കേരളത്തിൽ ഒരുപാട് ക്ലബ്ബുകൾ, KTM ജീപ്പേഴ്സ് ഉണ്ട്, ATC, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ട്രാൻഡ്രം ഓഫ് റോഡേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ വയനാട് ജീപ്പേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ നാട്ടിലും ഒക്കെ ആയിട്ട് അവർ കോമ്പറ്റീഷൻസ് നടത്തും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫാമിലി ആയിട്ട് നമ്മൾ ഫൺ ഡ്രൈവിന് പോകാറുണ്ട്. അത് ഇങ്ങനെ രാവിലെ പോയി കുന്നുമലയൊക്കെ കയറി, വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഒരു നമ്മുടെ ഒരു ഡിസ്ട്രെസിംഗ് പ്രോസസ്സ് പോലെ. അത് തന്നെയാണ് ഈ തരുണിനെ എനിക്ക് ആക്ച്വലി എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല. എനിക്കൊരു ഫിലിമിൽ ഒരു പഠിപ്പിസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം നമ്മുടെ മനസ്സിലാലോചിച്ചാലും ഫിലിമുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇന്റർവ്യൂസ് എല്ലാം ഫിലിമാണ്. തരുണിന്റെ ഞങ്ങൾക്ക് മനസ്സിൽ തരുൺ എന്ന് വെച്ചാൽ ഫിലിമിന് വേണ്ടിയല്ല, പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാല് കഥകളി, മിമിക്രി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു കാര്യവും മനസ്സിൽ ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് ഒത്തിരി ചോദ്യം ചോദിക്കരുതെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്, വേറൊരാൾക്ക് ആക്ച്വലി തരുണിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. തരുണേ, നമസ്കാരം. ദുബായിലാണല്ലേ? അപ്പം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അപ്പം തരുൺ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പല ഡയറക്ടർമാരുടെ അടുക്കലും ഓഡീഷന് പോയിട്ടുണ്ട്, പല ആൾക്കാരുടെ അടുക്കലും വളരെ ബുദ്ധിമുട്ട് ഓഡീഷന് പോയിട്ടുണ്ട്, പലയിടത്തും നിന്ന് അവഗണന കിട്ടിയിട്ടുണ്ടെന്നൊക്കെ തരുൺ എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തരുൺ അങ്ങനെ ആക്സിഡൻ്റലി ഡയറക്ടറായി. തരുൺ അഭിനയിക്കാൻ വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റാണ് ഓപ്പറേഷൻ ജാവ എന്നെനിക്കറിയാം. തരുൺ അങ്ങനെ ആക്സിഡൻ്റലി ആണ് തരുൺ ഡയറക്ടറായത്. ഡയറക്ടർ എന്ന നിലയിൽ തരുൺ ഇപ്പോൾ ഒരു വളരെ പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴായിരിക്കും എനിക്ക് തരുൺ ആദ്യം തരുണിൻ്റെ ഒരു അംബീഷൻ ഒരു ആക്ടർ ആവുക എന്നുള്ളതായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എപ്പോഴായിരിക്കും തരുൺ അഭിനയിക്കുക? ഇനിയിപ്പം തരുണിൻ്റെ ഒരു അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം എനിക്കറിയാം തരുൺ നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ എപ്പോഴായിരിക്കും ആ അഭിനയം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് അർജുൻ ടോണി, രക്ഷാധികാരി ബൈജുവിൻ്റെ റൈറ്ററാണ്. എന്താ അഭിനയിക്കുന്നതിനെ പറ്റി ഇപ്പം എൻ്റെ ഇടയ്ക്ക് ഇവനിപ്പോൾ ചോദിക്കാനുള്ള പ്രത്യേക കാരണം ഇവൻ ഞാനിങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒക്കെ ഒന്ന് കഥ വന്നു പറഞ്ഞല്ലോ അഭിനയിക്കാനായിട്ട്. ഒരു സബ്ജക്റ്റ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാ ഇത് ഞാനൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എനിക്കിങ്ങനെ ഇതാണോ നമ്മൾ ഈ ഒരു പ്രോസസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. 3 പടത്തിലും അതിൻ്റെതായ ഭയങ്കര ഒരു എക്സ്ട്രസി ഉണ്ട്. ഡയറക്റ്റ് ചെയ്തതിൻ്റെ, എഴുതിയതിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് തരുന്ന ഇപ്പം ഓഫ്കോഴ്സ് തുടരും കഴിയുമ്പോൾ ആളുകൾ തരുന്ന സ്നേഹത്തിൻ്റെ ഭയങ്കര ഒരു, അപ്പം അത് നമ്മൾ കാത്തു സൂക്ഷിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. ഇത് ഞാൻ അഭിനയിച്ച് ആ സ്നേഹം കളയരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യുന്ന ആർട്ടിൽ ആളുകൾ നമ്മളെ സ്നേഹിക്കണം. അതാണ് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനേക്കാളും അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കാളും ഒക്കെ വലുത് ആളുകളുടെ ഒരു സ്നേഹമാണ്. അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു
കുറച്ച് നേരമെങ്കിലും അവരൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആക്ടിങ് വൈസ് ഓഫ് കോഴ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ അവൻ പറഞ്ഞ പോലെ തന്നെ പല ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ജാവ ആദ്യം ഞാൻ അഭിനയിക്കാൻ വേണ്ടി എഴുതിയ സിനിമയാണ്. അല്ല, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അഭിനയിക്കാനുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഫിലിമിൽ തന്നെ ഉള്ള ഒരാളുടെ അടുക്കൽ അഭിപ്രായം അറിയാൻ വേണ്ടി കൊടുത്തപ്പം പുള്ളി പറഞ്ഞു സ്ക്രിപ്റ്റ് ഒന്നും കൊള്ളില്ല, അത് എടുക്കും പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സംവിധാനം ചെയ്യാം. അപ്പം എടുക്കും പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം നമ്മൾ രണ്ടും കൂടി ചെയ്യാൻ നിൽക്കരുത്, സംവിധായകനാണോ ആക്ടറാണോ. അപ്പം അന്ന് ഡിസൈഡ് ആണ് ഓക്കെ ഞാൻ ഡയറക്ടർ ആകാൻ പോവാണ് എന്ന് പറഞ്ഞ് ഡിസൈഡ്. പിന്നെ അങ്ങോട്ടൊന്നും അങ്ങനെ ചെയ്യുന്ന സിനിമകളിലോ അല്ലെങ്കിൽ നമ്മൾ ആളുകൾ വിളിക്കുന്ന സമയങ്ങളിലോ ഒന്നും അത് ഡയറക്റ്റ് ചെയ്യുക അതിനകത്ത് അഭിനയിക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം തോന്നിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ 2-3 സബ്ജക്റ്റുകളൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റുകൂടാന്ന് ചോദിക്കുമ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അപ്പം ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ അത് എനിക്കറിയില്ല, അത് അതിനെപ്പറ്റി സംഭവിച്ചാൽ സംഭവിക്കും. അല്ലാതെ അതിനു വേണ്ടി ഞാൻ എഫേർട്ടോ ഞാൻ അതിനു വേണ്ടി ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താനോ ഞാൻ ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിക്കില്ല. അത് എന്നിലേക്ക് വരേണ്ടതാണെങ്കിൽ വരും, അപ്പം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബിനുചേട്ടൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പം ആക്ടർ ഇപ്പം നെക്സ്റ്റ് ഡയറക്ടർ എന്നുള്ളൊരു കാര്യം. അപ്പം അതും ഞാൻ ആക്ച്വലി ഒരു ബിനുചേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് ബിനുചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞിട്ടൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ബിനുപപ്പു, വണക്കം. അതെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തരുണും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ തരുണിൽ നിന്ന് എക്സാമ്പിൾ എടുത്തിട്ടൊരു ചോദ്യം ചോദിക്കാം. തരുണിൻ്റെ സിനിമകളിൽ ചെയ്യില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. സ്ഥിരമായി അദ്ദേഹം സിനിമയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ജാവയുടെ സമയത്ത് തന്നെ തരുൺ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയെ ബന്ധപ്പെട്ട് അഭിനയിക്കാൻ വരുന്ന ഒരാളെ പോലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല, അവരെ മനസ്സിന് വിഷമിക്കുന്ന ഒന്നും ലൊക്കേഷനിൽ സംഭവിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് തരുൺ. തരുണിൻ്റെ സിനിമകളുടെ താങ്ക്സ് കാർഡ് തുടങ്ങുമ്പോൾ തന്നെ വന്ന് അഭിനയിച്ച് സീനുകൾ കട്ടായി പോയിട്ടുള്ള ആൾക്കാർക്കും അതിൽ വന്ന എല്ലാ അഭിനേതാക്കൾക്കും ജൂനിയേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്ന ഒരു രീതിയുമുണ്ട്. അത് തരുൺ സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്നും ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ബിനു പപ്പുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബിനു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, ഇപ്പോൾ നടനാണ്, ഇനിയും എഴുത്തുകാരനായിട്ട് മാറുന്നു, ഭാവിയിൽ സംവിധായകനാകും. ഇങ്ങനെയുള്ളപ്പോൾ ബിനുവിൻ്റെ സിനിമയിൽ ഉറപ്പായും ചെയ്യില്ല എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ചെയ്യും എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഇതാണ് എൻ്റെ ചോദ്യം. പിന്നെ തരുണും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് ബിനുവിനോടും തരുണിനോടും ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് 2 സിനിമകൾ നിങ്ങൾ ഒന്നിച്ച് ചെയ്തു, എന്നെ എന്താ മിസ് ചെയ്യാത്തത്? ഉറപ്പായിട്ടും നമ്മൾ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഔട്ട് വേണമെങ്കിൽ ആക്ടേഴ്സ് കംഫർട്ടബിൾ ആയിരിക്കണം. ആക്ടേഴ്സ് കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ഔട്ട് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തരുണിൻ്റെ അടുത്ത് നമ്മൾ മുന്നേ വർക്ക് ചെയ്ത പല ഡയറക്ടേഴ്സിൻ്റെയും ഫ്ലേവർ തരുണിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആഷിഖേൻ്റെ ആണെങ്കിലും ജോൺ പോളിൻ്റെ ആണെങ്കിലൊക്കെ പല തരത്തിലുള്ള അവരുടെ ഫ്ലേവേഴ്സ് തരുണിൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് തരുണിനോട് എനിക്ക് ഭയങ്കര അടുപ്പം തോന്നുന്നതും. അല്ലെങ്കിൽ ആദ്യം ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ അറിയേണ്ടി പിന്നെ ജോണേന്ന് വിളിക്കുകയായിരുന്നു. ഞാൻ ജാവേൻ്റെ സമയത്ത് ഞാൻ ജോണേ എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. കാരണം എനിക്ക് ജോണിൻ്റെ ചില പിന്നെ അതുമല്ല ഇമോഷൻ സീൻസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഇവനും ജോണൊക്കെ ചെയ്യുന്ന ഏകദേശം എനിക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയും അല്ലെങ്കിൽ ഇവർ അത് സെറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ചില ഷോട്ടുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവൻ ആഷികേടൻ സെറ്റ് ചെയ്യുന്ന രീതികളിലോട് എനിക്ക് ഭയങ്കര സാമ്യം തോന്നിയിട്ടുണ്ട്. ആഷികേടൻ എപ്പോഴും ഭയങ്കര മുന്നിൽ വെക്കുന്നൊരു കാര്യമാണ് ആക്ടേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. ആക്ടേഴ്സിന് ഒരു രീതിയിലും കാരണം ആഷികേടൻ സെറ്റിൽ ഒച്ചയെടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾ ചീത്ത പറയുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പം അതിൻ്റെ വേറൊരു രീതിയിലാണ് എനിക്ക് തരുണിനെ കാണാൻ പറ്റുന്നത്. തരുണും ഈ തരത്തിൽ സെറ്റിൽ ഒച്ചയെടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാളോട് ചീത്ത പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടാവലില്ല. വളരെ കംഫർട്ടബിൾ ആക്കിയ ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആളെ ഏറ്റവും മെയിൻ കാര്യമാണ്. അപ്പം നമുക്ക് ഇവരുടെ അടുത്തു നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ തരുണിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്.
ആഷിഖേട്ടൻ്റെ അടുത്ത് ജോണിൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ നല്ലൊരു സിനിമ ചെയ്യാൻ നോക്കുന്നത്. അപ്പം നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഉറപ്പ് തരാം. അതല്ലാണ്ട് നമുക്ക് ചെയ്യലേക്ക് അങ്ങനെ ഇപ്പം ഒരു കൃത്യമായിട്ടൊരു കാര്യം ഇത് ഞാൻ എൻ്റെ സിനിമയിൽ ഉണ്ടാവില്ല. അത് കഥക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി ആ സിനിമയിൽ ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ മുമ്പേ കയറിയിട്ട് എൻ്റെ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് അപ്പം എനിക്കൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഞാനൊക്കെ ഒരുപാട് സിനിമയിൽ ഇപ്പം ജാവയിൽ അഭിനയിക്കുന്നതിന് മുന്നേയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ജാവക്ക് ശേഷമാണ് ശ്രദ്ധിക്കുക. ഇപ്പം ഹെലനിലൂടെ വന്ന് ജാവയിലെത്തി, ജാവയിൽ നിന്ന് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടാണ് പിന്നെ സൗദി അതിനും കുറച്ചും കൂടി മേലോട്ട് വന്നു. ഇപ്പം തുടരെത്തി വെക്കുമ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കാരണം എനിക്ക് സ്വയമേ അറിയാം. ഇതിപ്പം ആൾക്കാർ എന്നെ തിരിച്ചറിയുന്ന രീതി, കാരണം പണ്ട് തിരിച്ചറിയുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇപ്പം എന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നുകൊണ്ടാണ്. അപ്പം സിനിമയിൽ വന്നിട്ടും ഒന്നും ആവാണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇതുമാതിരി ഒരു വെള്ളിയാഴ്ച കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് അത് ഈവൻ തരുണിന്റെ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ അത് എഴുതി കാണിച്ചപ്പം നമുക്ക് ഫീൽ ചെയ്ത ഒരു സന്തോഷമുണ്ട്. ആൾക്കാർ നിങ്ങളുടെ സീൻസ് ഇൻവോൾവ് ആക്കിയില്ല. അല്ല അതെന്താന്ന് വെച്ചാൽ അത് ശരിയിലേക്ക് അത് നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പം ഇപ്പം ഈയിടെ ഞാൻ ദിഞ്ചിത്തിൻ്റെ പടം അഭിനയിച്ചു, കൃഷ്ണനാടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ മുട്ടത്തുനിന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി കയറ്റിയപ്പോൾ ആ പെട്രോൾ പമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ ഡീസൽ അടിക്കുന്ന ഒരു പയ്യുണ്ട് അവിടെ ജോലിക്ക് വെക്കുന്നത്. അപ്പോൾ ആ പയ്യനെ കൊണ്ട് തന്നെയാണ് ഞങ്ങളന്ന് അഭിനയിപ്പിച്ചത്. പെട്ടെന്ന് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് മോനെ ഈ ഒന്നും അഭിനയിക്കൂലേ, ഒന്നുമില്ല ദീപക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കാണിക്കും, ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കും, അവൻ ഫോട്ടോ നോക്കിയിട്ടില്ല എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മൊണ്ടാ ഷോട്ട്സിൽ പോകുന്ന ഈ സെർച്ചിങ് നടക്കുന്ന, അതായത് ഷൺമുഖനെ തപ്പുന്ന പരിപാടിയിൽ കാണിക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു ക്ലോസ് ഉണ്ടായിരുന്നു ആ പയ്യന്, അതായത് ഇങ്ങനെ നോക്കി ഇല്ല എന്ന് പറയുന്ന ഒരു സജഷൻ ഷോട്ട് ഉണ്ടായിരുന്നു, ആ ദീപകിന്റെ സജഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മളത് സിനിമയുടെ ദൈർഘ്യം കാരണം നമ്മൾ ആ പെട്രോൾ പമ്പിൽ അത്ര ഷോട്ട്സിന്റെ ആവശ്യമില്ല എന്ന് എഡിറ്റർ തീരുമാനിച്ചപ്പോൾ നമുക്ക് അതിന്റെ കൂടെ വെക്കേണ്ടി വന്നു. അപ്പം വണ്ടി വന്നു, ഒരു അന്വേഷണം നടന്നു, വണ്ടി പോയി, അത്രേ ഉള്ളൂ. അപ്പം അവൻ അത് ചോദിച്ചിന് ആ ഷോർട്ടായിട്ട് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിച്ചു. അവൻ ഞാൻ പറഞ്ഞ അയ്യോ എനിക്ക് അതങ്ങനെ ഒന്നായിട്ട് എടുക്കാനൊന്നും പറ്റില്ല എന്ന് ഞാൻ പറയുകയും ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് അതേ പമ്പ് തന്നെ പെട്രോൾ അടിക്കാൻ ചെല്ലും ചെയ്ത്. അപ്പൊ എന്നോട് വീണ്ടും ചോദിച്ചു ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു കാര്യം ചോദിച്ചിരുന്നു, ഞാൻ പമ്പൊക്കെ ഒരു സെൽഫി എടുക്കാം. ശരിയില്ല, അതൊന്നും മനഃപൂർവ്വമല്ല. അപ്പം അവൻ സിനിമ കാണാൻ വേണ്ടി പോയി, അവനെ കണ്ടില്ല. അപ്പം അത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് മനഃപൂർവ്വം ചെയ്യുന്നതും അല്ലല്ലോ, നമുക്കത് അത് ഭയങ്കര എന്നെ സംബന്ധിച്ചത് ഭയങ്കര പെയിൻഫുൾ ആണ്. കാരണം ഇവരിപ്പം അഭിനയിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ അവരോട് പെരുമാറുന്നത്, നമ്മളവരോട് ഇടിപ്പിച്ചിട്ട് ഇപ്പം ഇതൊരു എപ്പോഴും എന്താ ഫ്രണ്ട് ലെയർ ആക്ടേഴ്സിന് മാത്രമേ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ. ഇതിന് ലൈഫ് കൊടുക്കുന്നത് എപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സുകളാണ്. ഈ അതിനെ അൺഫോർച്ചുനേറ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊരു കാറ്റഗറിയാണ് അതിനെ പറയപ്പെടുന്നതെങ്കിൽ പോലും അവരും ആർട്ടിസ്റ്റാണ്. ഇപ്പം സൗദി വെള്ളക്കാണ് ഞങ്ങളത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ കോടതി എന്ന് പറയുന്നതാണ് ക്യാരക്ടർ. കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് ആണ് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന അതിൻ്റെ പ്രതിയല്ല എന്താണ് വാദിനെ നിൽക്കും. പക്ഷെ ഇതിന്റെ എന്ന് വെച്ചാൽ അതിന്റെ പ്രതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി ഇവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തി നമ്മൾ ഇവരോടൊക്കെ ഓരോ എല്ലാവരോടും ഈ പറഞ്ഞ അവിടെ ഇരിക്കുന്ന 10-20 ആൾക്കാരോടും ഡയറക്ഷൻ ടീം പോയി പറയും, ചേട്ടൻ വാദിക്കാൻ പറ്റുന്നത് ഈ കേസാണ് കേട്ടോ, ചേട്ടന് ഇവിടെ വാദിക്കാൻ പറ്റുന്ന പറമ്പിന്റെ കേസാണ്, അല്ല ചേട്ടന്റെ ആള് വന്നിട്ടില്ല, ആളെ നോക്കിയിരിക്കുക. അങ്ങനെ ഈ 30ഓളം ആളുകൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക. ഈ കഥ പറച്ചിലൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ മനസ്സിലാവില്ല. പക്ഷെ അവർ അഭിനയിക്കുമ്പോഴത്തേക്കും ഇടക്കിടക്ക് പുറത്തേക്ക് നോക്കും, അയ്യോ എൻ്റെ ആള് വന്നിട്ട്. അപ്പൊ അപ്പോഴാണ് നമ്മുടെ ലൈഫ് ഉണ്ടായി വരുന്നത്. അത് ആ സ്ഥലം നമുക്കൊരു കോടതി പ്രതലം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറെ ആൾക്കാർ അതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഒരാള് കേസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കോ നമ്മൾ കോടതിയിൽ പോയി ഇരിക്കുമ്പോൾ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. ഈ സോ കോൾഡ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ടൈമിനെ ഞാൻ ആർട്ടിസ്റ്റ് തന്നെ കാണുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ. അപ്പൊ അവരെ എല്ലാവർക്കും കഥകൾ ഉണ്ടാക്കി ലൈഫ് ഉണ്ടാക്കി നമ്മളിത് ചെയ്യുവാണ്. അങ്ങനെയല്ലേ ലിമോ കാർ മൂവിയാണ്. മൂവി ആയതുകൊണ്ട് കുറച്ച് അനക്കൊക്കെ ഉണ്ടായിരിക്കും.
നമ്മള് അതുകൊണ്ട് ഇതിൽ ചില ആൾക്കാരെയൊക്കെ നമുക്ക് ക്ലോസ് കാണിക്കാം, ചില ആൾക്കാരെ ക്ലോസ്, പക്ഷെ ഇവരെല്ലാം ആത്മാർത്ഥമായിട്ട് ആ സീൻ ചെയ്യണേ. ശരിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സിനിമയ്ക്ക് ജീവിതം തന്ന അല്ലെങ്കിൽ ലൈഫ് കൊടുത്ത ആളുകൾ എന്നുള്ളത് ഞാൻ വെരി താങ്ക്ഫുൾ ടു ദം. അപ്പൊ അവരെ കാണാൻ വേണ്ടി എത്ര പേരോട് പറയും, ഭാര്യയോട് പറയും, ഭർത്താവിനോട് പറയും, അല്ലെങ്കിൽ മക്കളോട് പറയും, അവരെ പണ്ട് കളിയാക്കിയവരോട് പറയും, ഞാൻ ഈ സിനിമയിലുണ്ടെന്നും പറഞ്ഞായിരിക്കുമല്ലോ വന്നത്. അപ്പൊ അവരത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ബൈ പ്രൊഫഷണലിസം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൈ പേഴ്സണലിസം അവരോട് പറയണല്ലോ, അതാണ് സംഭവിക്കാറ്. പിന്നെ എന്നെ പ്രശ്നം ചോദിച്ചാൽ എന്താ വെച്ചാൽ സിനിമയില് ചാൻസ് അത് കഴിഞ്ഞ് എന്താ മറന്നുപോയെന്നുള്ളൊരു പ്രശാന്തൻ ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു ആക്ടറാണ്. ഞാൻ തുടരുമിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് തുടരുമ്പോട്ടെ ഓപ്പറേഷൻ ജാവേൽ ആദ്യം കാസ്റ്റ് ചെയ്തത് പ്രശാന്തൻ. സൗദി വെള്ളമൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടാ ഞങ്ങൾ സിനിമ ചെയ്യാൻ പോവാണ്, നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ആളാണ്. അപ്പം ഏടാ എനിക്ക് പറ്റുന്ന വേഷം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചിരുന്നു ആ സമയത്ത്. ഞാൻ ചേട്ടാ ഇതിൻ്റെ ഏതാ ചെയ്യുക, നമ്മൾ ജാവ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എനിക്കൊരു വേഷം തോന്നണില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു. ചില വേഷം ഈ വേഷം ഞാൻ ചെയ്താൽ നന്നാവൂലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു രൂപമല്ല, ഞാനൊരു രൂപമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ പുള്ളി അത് ഓവർടേക്ക് ചെയ്യാറില്ല. തുടരും ചെയ്യുന്ന സമയത്തും തുടരും ഞാൻ പ്രീ പ്രൊഡക്ഷൻ എടുത്ത് ചെയ്യുന്ന സമയത്തും പ്രശാന്ത് ഏട്ടൻ വരികയും സ്ക്രിപ്റ്റ് ഫുള്ളിരുന്ന് വായിക്കുകയും അതിൻ്റെ സജഷൻസും എക്സൈറ്റ്മെൻറ്റുകളും ഒക്കെ പറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി. നമ്മളുടെ ഇപ്പം ഇത് ബിനുവിൻ്റെ പടം ചെയ്യുന്ന സമയത്തും എടാ നമുക്ക് പറ്റുന്ന പരിപാടി ഉണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് കന്നഡ അറിയാവുന്നു ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ ഉറപ്പായിട്ടും പ്രശാന്തൻ റിപ്പീറ്റ് ചെയ്യപ്പെടും. കാരണം പ്രശാന്തൻ പോലത്തെ നല്ല ക്യാരക്ടർ ഒരുപാട് ദൂരമൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. നല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ്. നല്ല ലൈവായിട്ട് നമ്മൾ ആലോചിക്കുമ്പോ ഇപ്പം സിനിമകൾ ആലോചിക്കുമ്പോ ഇപ്പം തരുൺ ജാവ ചെയ്ത് കഴിഞ്ഞ് അന്ന് ഷൂട്ടിന്റെ ഒക്കെ ലാസ്റ്റ് ഡേയ്സിലും ഡബിന്റെ സമയത്തൊക്കെ തരുൺ പറഞ്ഞായിരുന്നു ഈ സൗദി വെള്ളക്കാന്നുള്ള ഇതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളാരും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അല്ല ഞാൻ ഉണ്ടാവില്ലേ എന്നുള്ള. കാരണം ശരിയല്ലേ തരുണിനെ എനിക്ക് പിടികിട്ടിയിടത്തോളം ചില ആൾക്കാർ ചില ഡയറക്ടേഴ്സ് ഉണ്ട് അങ്ങനെ, അവർ നമ്മുടെ അടുത്തൊന്നും പറയില്ല. അപ്പം അതായത് അവരെ അടുത്ത സിനിമയിൽ ഉണ്ടോ ഇല്ലേ ഒന്നും പറയില്ല. കാരണം അവരെപ്പോഴും ഇങ്ങനെ പുതിയ മുഖങ്ങളും പുതിയ രൂപങ്ങളും തേടി പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ അതിലൊരാളായിട്ട് ഇവരും പെടും. കാരണം പുതിയ ആൾക്കാർ പുതിയ രൂപങ്ങള്, അപ്പം ഇയാള് രസമുണ്ടല്ലോ അയാള് രസമുണ്ടല്ലോ ഇയാൾ എവിടെയുള്ള ആളാ, അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് തരുന്നു. അപ്പം ഇങ്ങനെ ഒരു പടം ഉണ്ട് ചേട്ടാ, ഞാൻ ഇതാണ് അടുത്തെന്റെ പടം ഇതാണൊക്കെ പറഞ്ഞാൽ നമ്മളാണ് അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരിക്കൽ വിളിച്ച് പറയുകയും ചെയ്ത് ഡബിന്റെ അവസാനത്തെ സമയത്ത് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തൊരു ജഡ്ജ് ഉണ്ട് ലാസ്റ്റ് വരുന്ന കുറച്ച് ഒച്ചയും വിളിയൊക്കെ എടുക്കുന്ന ഒരു ആളുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് തരണം, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ വരത്തെ ഒരു പരിപാടിയാണ്, ഒന്ന് വന്ന് ചെയ്തു തരാം. ഞാൻ പറഞ്ഞു ഓ അതിനെന്താ നമുക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ലുക്കും അല്ല അതിന് കാരണമുണ്ട്. ഇപ്പം സൗദി വെള്ളക്കയിൽ ലാസ്റ്റ് ഉമ്മയുടെ കേസ് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന വക്കീലാണ്, അല്ല മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ അയാള് ഭയങ്കര ലവബിൾ ആയിരിക്കണം, ആളുകൾക്ക് ഇഷ്ടമുള്ള ഉമ്മയ്ക്കൊപ്പം നിൽക്കും, ഉമ്മയ്ക്ക് വേണ്ടി കേസില് ന്യായം പറയും എന്നൊക്കെ തോന്നുന്ന ഒരു ലവബിൾ ആയിട്ടുള്ള ആളായിരിക്കണം, എന്നാൽ ഒരു റോ ആയിട്ടുള്ള ആളുമായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും ഞാൻ അതാണ് എന്റെ എത്രത്തോളം ആളുകൾക്ക് ഇപ്പം ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും ബിനുചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതാണ്ട പ്രണയം എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ആള് അങ്ങനെ ഒരു ആളുകളുടെ പെർസ്പെക്റ്റീവ് അങ്ങനെ ഇന്ന് തൊട്ട് മുമ്പുള്ള സിനിമ എന്തായിരുന്നോ ആ ഹാൻഡ് ഓവറിൽ ഒരു സിനിമയാണ് അവൻ. അപ്പൊ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് ആയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് സമാധാനമോ അത്രയും നാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ബിനു പപ്പുവിന്റെ അടുക്കയിൽ എത്തിയല്ലോ എന്നേ അവർ ചിന്തിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബിനു ചേട്ടൻ അവിടെ എനിക്ക് ആപ്റ്റായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിനു ചേട്ടനോട് റോൾ ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കാരണം ആ സമയത്ത് ലുക്കു അങ്ങനെ കാരണം എല്ലാം തരുൺ ഇങ്ങനെ എല്ലാം ഫ്രഷും അല്ലെങ്കിൽ ഫ്രഷ് ഫേസസ് എന്നല്ല അത് ആ ഒരു കഥാപാത്രത്തിന് ആപ്റ്റായ മുഖം ഏതാണ്, അപ്പൊ അതാണ് ഈ പിടിച്ചു നോക്കാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ആ ഒരുപാട് സക്രിയ അങ്ങനെ കുറെ ആൾക്കാരെ നമ്മുടെ ഡയറക്ടറില്ലേ കാരണം ആ മതിലെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം നമ്മള് എന്റെ പൊന്നു ഇവരൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പിന്നെ അവിടുന്ന് അവരൊക്കെ അവൈലബിലിറ്റിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ തിരിച്ച് അത് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇതില് സൗദി വെള്ളക്കല്ല റോഷൻ ആൻഡ്രൂസ്. കാരണം അതില് ശരിക്കും ആ സിനിമ
ഞങ്ങളല്ലാണ്ട് നടക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് അഭിനയിക്കേണ്ട സിനിമയാവുകയായിരുന്നു. ഒരുപാട് ഡയറക്ടേഴ്സിനെയാണ് ഇവൻ കാസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ റോഷൻ സാറിന്റെ വീട്ടിൽ പോയി, റോഷൻ സാർ തോപ്പുംപടിയിലാണ് വീട്, സൗദിക്ക് അടുത്താണ്. അപ്പൊ സാറ് സംസാരിക്കണൊക്കെ തനി കൊച്ചി തോപ്പുംപടി. അപ്പൊ ആ ഒരു താളമൊക്കെ ഉള്ള ഒരാള്, പിന്നെ പുള്ളിയുടെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള കഷണ്ടി ഫേസ്, പുള്ളി കതറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭംഗി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പുള്ളിനെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആദ്യം രണ്ടാമത് കാസ്റ്റ് ചെയ്യണത് ഗോകുലിന്റെ പകരം സൗബിനായിരുന്നു. അങ്ങനെ അപ്പൊ അതൊക്കെ ഇങ്ങനെ കറങ്ങി നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ സീലേക്ക് അതൊന്നും എന്താ പറയാ ആദ്യമേ പറഞ്ഞുറപ്പിച്ചതോ അല്ലെങ്കിൽ ഒന്നും അല്ല, അതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പൊ അതേമാതിരി തന്നെ ഒരു റൗണ്ട് അടിച്ച് പ്രശാന്തിന്റെ അടുത്ത് എത്തും, അത് ഉറപ്പുള്ള കാര്യമാണ്. റിപ്പീറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ പ്രശാന്തേട്ടൻ കേട്ടിട്ടുണ്ടത്. പ്രശാന്ത് നായകനൊക്കെ ഇനി അദ്ദേഹത്തെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തെ കൂടി കിട്ടണം. കാരണം അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടറുമാണ് പ്രശാന്തേട്ടൻ. അപ്പൊ മൂപ്പരെ പിടിച്ചു കണ്ടത് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തുക എന്ന് പറയുന്നത്, റോള് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതും ഒരു റോള് കൊടുക്കുന്നതും വ്യത്യാസമാണ്. നമ്മുടെ അടുത്ത് പലരും വിളിച്ചു ചോദിക്കും, ചേട്ടാ എന്തെങ്കിലും ഒരു വേഷത്തിൽ ഒരാളെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ആള് എന്തെങ്കിലും ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് വന്ന് ഒരു വാക്ക് പറയുക, ആ പറയുന്നത് ആ സിനിമയുമായി ബന്ധമുള്ളൊരു കാര്യം ആവുക എന്ന് പറയുന്നതാണ്. അപ്പോഴല്ലേ നമുക്ക് പരിചയമുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര അടുപ്പുള്ളവരോടൊക്കെ എടാ നീ തോന്നുന്നു അല്ലെങ്കിൽ ചോദിക്കുമോ അത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടേ അഭിനയിപ്പിച്ച മാതിരി ആയി പോകും. അങ്ങനെയുള്ളവരെ കാസ്റ്റ് ചെയ്യാൻ ഇപ്പം തുടരുമില്ല അർജുൻ അശോകനെ കാസ്റ്റ് ചെയ്തേക്കണം. അത് നീഡാണ്. ആ സിനിമേനെ പ്രേക്ഷകനെ കയ്യിലെടുക്കാൻ അങ്ങനെ തിരിപ്പിക്കാൻ ഒരാൾ വേണം. ഇനി അല്ലെങ്കിൽ ദിനേശ് പ്രഭാകർ. കാരണം എന്ന് വെച്ചാൽ ആ ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളെ ഇരുത്തി ടോർച്ച് അടിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊരു നോൺ ഫേസ് ആയിരിക്കണം. ദിനേശ് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് ദിനേശൊക്കെ ഇനിയും വരും. അപ്പൊ നമ്മള് ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ മുഖങ്ങൾ വേണം. ഇപ്പൊ അർജുനെ കാല് തട്ടി കളഞ്ഞതിന്റെ ഇതില് എത്രയോ ആൾക്കാർ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ, ചാക്കില് കാല് കാണിച്ചപ്പോ ഞങ്ങൾ ഉറപ്പിച്ചു അത് അർജുൻ തന്നെയാണെന്ന്. അപ്പൊ നമുക്ക് അത് അവിടെ ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ടിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ പ്രായത്തിലുള്ള ഒരാളെ ഇട്ടിട്ടോ നമുക്കത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് അർജുൻ അശോകനെ പോലെയോ അല്ലെങ്കിൽ ആ വെയിറ്റേജ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ. എനിക്ക് പ്യൂപ്പ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മൾക്ക് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്ത് വരുന്നത്, ഞാൻ ഈ സൈഡ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഞങ്ങൾ പ്യൂപ്പ എന്ന് പറഞ്ഞ് ഞങ്ങൾ കണക്റ്റഡ്. ഞങ്ങൾക്ക് മെന്റർ ഫിഗർ നിൽക്കുന്ന തരുണാണ്. ഈ മനുഷ്യ മനസ്സിനെ അമ്മാനാട് രാവിലെ ഈ പ്യൂപ്പയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാരും എല്ലാ സീസണിലും കരയുന്നുണ്ട്, ഞാൻ കരയില്ല, എന്തിനാ കരയുന്നൊക്കെ. എന്റെ അമ്മേ നെഞ്ചത്തൊക്കെ അടിച്ചിട്ട് ശരിക്കും തരുൺ നമ്മള് ഹൗ ഡു യു കണക്ട് ടു പേഴ്സൺ എന്ന് വെച്ചാൽ സൈക്കോളജിക്കലി കണക്ട് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റ് അല്ല, പക്ഷെ എങ്ങനെയാ ആ ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കരുത്. എനിക്ക് തോന്നുന്നത് ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരല്ലേ. ഇപ്പം നമ്മള് കല എന്ന് പറയുന്ന കലയ്ക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അത് ഭയങ്കര പ്യുവർ സോൾ, ഭയങ്കര എന്താ പറയാ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കരമായ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ആർട്ട് ഭംഗിയാവും. അങ്ങനെയുള്ള ആളുകൾ കണക്ട് ചെയ്യപ്പെടുന്ന ഇടം എന്ന് പറയും. എല്ലാവരും ആർട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹവും കലയോടുള്ള ആത്മാർത്ഥതയൊക്കെ കൊണ്ട് എപ്പോഴോ അതൊക്കെ വിട്ടിട്ട് യു എയിലൊക്കെ വന്നിരിക്കുന്നത്. അവരോട് പറയുവാണ്, കലയെ സ്നേഹിക്കുന്ന ഒരാൾ വന്നിട്ട് കലയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ പോകുന്നതും ഈ ആർട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കൂടിച്ചേരുവാണ്. അപ്പം അതുകൊണ്ട് ആ കൂടിച്ചേരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത് കുറേ എന്താ പറയുക എപ്പോഴും സ്ട്രെസ്സും പ്രഷറുള്ള കുറേ ബിസിനസ്മെൻ വന്നിരുന്നിരിക്കുന്ന പരിപാടിയാണെങ്കിൽ ഈ സൗന്ദര്യം ഉണ്ടാവില്ല. ഇവരൊക്കെ വരുന്നതിൻ്റെ ഒരു ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത് ആർട്ടാണ്. ആർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അതിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്ത് പോവുക, അവരോട് സംസാരിക്കുക, അവരെ കേൾക്കാൻ തയ്യാറാകുക, അവരെ അറിയാൻ തയ്യാറാകുക. ഇപ്പം നമ്മൾ തുടരുമ്പോൾ തന്നെ പറഞ്ഞത് നമുക്ക് അപ്പുറത്തൊരാൾ കേൾക്കാനും പറയാനും ഉണ്ടെന്നുള്ളത് വലിയൊരു ഫീലാണ്, വലിയൊരു ഇമോഷനാണ്. അപ്പം അങ്ങനെ അവർക്ക് പറയാനും കേൾക്കാനും ഒരാളുണ്ട് എന്ന് കൊടുക്കുന്നതാണ് പ്യൂപ്പ. പക്ഷെ അതിനോടൊപ്പം തന്നെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുന്നു, ഫിലിം മേക്കിങ്ങിനെ പറ്റി സംസാരിക്കുന്നു, ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റി സംസാരിക്കുന്നു, മൈൻഡ് സെറ്റുകളെ പറ്റി സംസാരിക്കുന്നു, ആക്ടേഴ്സ് പ്രിപ്പയർ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ്. അല്ലാതെ പെർട്ടിക്കുലറി അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആളുകളുടെ കരയിക്കാൻ പറ്റും ഒന്നുമില്ല. അത് അങ്ങനെ സംഭവിക്കുന്ന അത് എന്താ ഒരു ബ്ലെസ്സിങ് പോലെ അത് വന്നു വീണ്ട സിലബസ് ആണ്. അല്ലെങ്കിൽ ബ്ലെസ്സിങ് പോലെ എൻ്റെ വായിൽ ആ സമയത്ത് വരുന്ന ഒന്നും പ്ലാൻഡ് അല്ലല്ലോ. നമ്മൾ മൈക്കെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വരുന്ന ചില വാക്കുകളാണ്. ആ ചില വാക്കുകളൊക്കെ ആയിരിക്കും ആളുകളെ കണക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് എനിക്ക്
സിനിമ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു പ്രോസസ്സാണ് പ്യൂപ്പ. അല്ല, ഞങ്ങൾക്കും ആക്ച്വലി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് പേഴ്സണലി വെച്ചിട്ട് ഇപ്പം ഇന്റർവ്യൂ ചെയ്യെങ്കിലും പലപ്പോഴും നമ്മൾ ചില സമയത്ത് കണക്ഷൻ പോവാന്നുള്ളൊരു കാര്യമാണ്. ആ കണക്ഷൻ അല്ല, ചിലപ്പോൾ വിട്ടുപോകും. അല്ലെങ്കിൽ ഞാനൊരു റിസപ്ഷനിൽ ഒരാളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പം എനിക്ക് അവരുമായിട്ട് ജെന്യുവിൻ ഒന്ന് കീ തരുമോ അല്ലെങ്കിൽ ആ സാധനം അത്രേ ഉള്ളൂ, ഒരു കോൺവെർസേഷൻ ഇല്ല. ഇതിന് ശേഷം ഒരാൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്ത് സംസാരിക്കുക, ഒരു ബോണ്ട് ഫോം ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് ആക്ച്വലി പ്യൂപ്പയിൽ നടന്നിട്ടുണ്ട്. അപ്പം എന്റെ പേഴ്സണൽ ലൈഫിൽ ആ ഒരു ചേഞ്ച് ആണ്. അത് ഒരുപാട് പേരുണ്ട്. ബാങ്കർ ചെയ്യാൻ തീരുമാനിച്ച ആളുകൾ ആക്ടിങ് ചെയ്യാന്നുള്ളല്ലോ പ്യൂപ്പയില്. അല്ല, പ്യൂപ്പയിൽ ഒരാള് പിറ്റേ ദിവസം ജോലി റിസൈൻ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ അയ്യോ അങ്ങനെയൊന്നും വരുന്നത് പ്യൂപ്പ കുറച്ചുകൂടി എനിക്ക് പ്യൂപ്പയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു വർക്കിലൊരു ഒരു പ്യൂപ്പ ചെയ്തപ്പോൾ ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നു എല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ഇമോഷണലി കണക്ട് ആകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ പുള്ളി അടുത്ത ദിവസം പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അമ്മേനെ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോയി ബാംഗ്ലൂർ അവർക്കും കൂടി ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ഇപ്പം അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഹ്യൂമൻ വാല്യൂ കണക്ഷൻസ് ഒക്കെ പ്യൂപ്പോഴും ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ആരെയും ആക്ടർ ആക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ല. ഓക്കെ, ഞാൻ ആക്ടർ ആക്കിയേക്കാം, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ മോൾഡ് ചെയ്തിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് വരെ ഡിഗ്രി കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം തരുമൂർത്തിയുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അതെന്തിനാ തരുമൂർത്തിയുടെ അടുത്ത് കൊണ്ട് ഞങ്ങളവര് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ ഇൻഡസ്ട്രി മൊത്തം. അപ്പം നമ്മൾ അങ്ങനെ ഒരു സർട്ടിഫൈ ചെയ്ത് വിടേണ്ട ഒന്നുമില്ല. അപ്പം എൻ്റെ ഇടയ്ക്ക് വരുന്നവരോട് ഞാൻ അവരെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, കുറേ ബ്ലോക്കുകളൊക്കെ പൊട്ടിക്കുക, അവരെ കുറച്ചും കൂടി നല്ല പ്രേക്ഷകനാക്കാൻ നോക്കുക, അവർ കേൾക്കുന്ന മ്യൂസിക്കിനും അവർ കാണുന്ന സിനിമക്കും ഒക്കെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുക. ഈ ഫ്രസ്ട്രേഷനും ഈഗോസും വെച്ച് കാണാണ്ട് ഓപ്പൺ മൈൻഡിൽ കാണാം, അതൊക്കെ ഉള്ളൂ. ബേസിക്കലി നിങ്ങൾക്ക് സ്വയം കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട്, am I fit for this എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെ ഉള്ളിൽ പല 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 കാര്യങ്ങളും പല രീതിയിലും നമ്മൾ ആലോചിച്ച് വെക്കല്ലോ ഇതൊക്കെ എന്നുള്ളത്. പക്ഷെ ചിലയിടത്തൊന്നും നമ്മൾ അതിന് ഫിറ്റ് അല്ല, ഞാനതിന് ഇതെല്ലാം മനസ്സിലാവുന്നിടത്തോളം നമ്മളതിനെ തിരിച്ചറിയാൻ പറ്റാണ്ട് പോവുക എന്നുള്ളത് തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യം. പ്യൂപ്പയിൽ പങ്കെടുത്തൊരു കുട്ടി നോർമൽ അഭിനയിക്കാനായിട്ട് വന്നതാണ്. ഞാനിവിടെ സംസാരം കണ്ട് പുള്ളിക്കാരി റീതിങ്ക് ചെയ്ത് നോക്കിയപ്പം പുള്ളിക്കാരി ഒരു ഫാഷൻ കോറിയോഗ്രാഫറാണ്. അപ്പം ഇപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഫാഷൻ കോറിയോഗ്രഫി പഠിപ്പിക്കുകയാണ്. അപ്പം അത് ഇവിടെ നിന്ന് കിട്ടിയ തിരിച്ചറിവാണ്. അല്ല, അത് കറക്റ്റാണ്. കാരണം ഷിയാസൊക്കെ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ആക്ടിങ് അല്ല എൻ്റെ പാഷൻ, ഞാൻ MC ചെയ്യുന്ന ഒരാളെ ആങ്കർ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. നീ വന്ന് നോക്ക്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ പ്രോസസ്. ഈ പ്രൊഫഷണൽ ചോയ്സ് കുറച്ചും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഇതുപോലെ അഭിനയിക്കാനായിട്ട് വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പം ഡാൻസ് സ്കൂൾ തുടങ്ങി. അപ്പൊ എന്റെ പ്രൊഫഷൻ വൈസ് ഡാൻസ് സ്കൂളാണ് എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പുകൾ വെബ് സീരീസുകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ അപ്പം അവരുടെ ടീം കണക്ട് ആയി. അത് ഭയങ്കര കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം സിനിമയിൽ ഇപ്പോൾ ഓക്കെ 3-4 പേര് തുടരും വന്ന് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടോക്കൺ ഓഫ് ലവ് പോലെ കണ്ടാൽ മതി. അല്ലാണ്ട് അവർക്കൊന്നും അങ്ങനെ അതുകൊണ്ട് അടുത്ത സിനിമ കിട്ടണം എന്നൊന്നും നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അവരവരുടെ ഹാപ്പിനെസ് പ്രോജക്റ്റുകൾ കണ്ടെത്തി അതിലവർ കിങ് ആകാൻ തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്യൂപ്പ വഴി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവ്. ഈ നമ്മളിപ്പം ഇമോഷണൽ കാര്യം അല്ലെങ്കിൽ ഈ നമ്മുടെ സൈക്കോളജിക്കൽ കാര്യം പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തരുണിൻ്റെ ഫിലിംസിൽ ഒരു സിഗ്നേച്ചർ സീൻസ് ഉണ്ട്. ഇപ്പം ആണുങ്ങൾ 2 പേര് ചിലപ്പോൾ അവർ കൂടുതലും വൈഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ 2 ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതൽ കാര്യം ഷെയർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം അതിനകത്ത് സൗദി വെള്ളക്കകത്ത് ലാസ്റ്റ് ബിനു ചേട്ടനും ലുക്മാനും എന്നിട്ടുള്ള ഒരു സംസാരമുണ്ട്. അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ നമുക്ക് ഒരു തോട്ട് പ്രോസസ്സ് തരുന്ന ഒരു സംസാരമാണ്. അതേപോലെ തന്നെയാണ് ലാലേട്ടനും മണിയമ്പിള്ള രാജുവും തുടരുള്ളിൽ നിന്നിട്ട് എല്ലാത്തിന്റെയും തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾ ആ കഥ എഴുതി തുടങ്ങുന്ന ഒരു സ്ഥലമില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നീ അതിന് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, ക്ലാസ്സിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ശരിക്കും അപ്പൊ അങ്ങനത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള സീൻസ് വരുമ്പം തരുണിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടുണ്ടോ, ഇതാണോ ഈസ് ലൈക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഈസ് ദെയർ വേർ പ്രോസസ് ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു പക്ഷെ അത് അപ്പുറം ഓപ്പോസിറ്റ് ആണാവുന്നത് അത് ഈ പറഞ്ഞപ്പോഴപ്പോ ഞാനും ആലോചിച്ചു. കാരണം വെച്ചാല് ജാവേല് ഞാനും ബാലു സംസാരിക്കുന്നുണ്ട്, ഈ ഇതില് ഞാനും ലുക്ക് സംസാരിക്കും. അതായത് പ്രധാനപ്പെട്ട ഹീറോ കഥാപാത്രത്തിന് ഒരു വിഷമം പറയുമ്പോൾ അത് ഷെയർ ചെയ്യപ്പെടുന്നത് മറ്റൊരു മെയിൽ ക്യാരക്ടറോടാണ്. അത് ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്, എനിക്കറിയില്ല. ഈവൻ ലാലേട്ടൻ കഥ പറയുന്നത് ഇങ്ങനോടാ, രാജേട്ടനോട് റൗണ്ട് പറയുന്നുണ്ടെങ്കിൽ പ്രകാശേട്ടനോട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനലൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് ബഹളികളാണ്.
മമിത ബൈജു പെട്ടെന്ന് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുകയല്ല. എപ്പോഴും മെയിൽ ഹീറോ പറയുന്നതിന് തിരിച്ച് കൗണ്ടറുകൾ പറഞ്ഞ് അവളെ ഇവൻ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ശോഭന മാം ചെയ്യുമ്പോഴും തറുതല പറയുന്നത്. അപ്പൊ അത് ഞാൻ ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കും. ഞാനിപ്പോ എന്റെ അടുക്ക കഴിഞ്ഞ എന്റെ അടുക്ക ഒരു സുഹൃത്താ പറഞ്ഞാ നിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇച്ചിരി ബഹളികളാണല്ലോ പെണ്ണുങ്ങൾ. പക്ഷെ എന്റെ വൈഫ് ഭയങ്കര കാമാൻ കോയറ്റാണ്. ഞാൻ ഈ പറയുന്ന പോലെ എന്റെ പല സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന എന്റെ വൈഫിന്റെ അടുക്കൽ. ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ മിനിറ്റ് എടുക്കൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അസ്റ്റംബിളുടെ എനിക്ക് ഫീൽ ആയിടാന്നൊക്കെ പറയുന്ന അപ്പുറത്തേക്ക് കൂടുതലും എൻ്റെ എല്ലാ ലൈഫിലുള്ള ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചതിച്ചു എന്നൊക്കെ തോന്നുന്നു കഴിഞ്ഞാൽ അതൊക്കെ സങ്കടമായിട്ട് പറയുന്നത് വൈഫിന്റെ അടുക്കൽ. പിന്നെ അച്ഛൻ്റെ അടുക്കൽ പോലും ഞാൻ അങ്ങനെ പോയിരുന്നു, അച്ഛൻ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ തോന്നി. അതെന്താണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് ആക്ച്വലി തരുൺ എല്ലാ ഇന്റർവ്യൂസിലും രേവതിയായിട്ടുള്ള ഈ ബോണ്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സീൻ എപ്പോഴും ലക്കി ഭാസ്കറിനകത്ത് നമ്മുടെ ബീക്ക് പോയിട്ട് പറഞ്ഞിട്ട് അടിമൂടി നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്തു അങ്ങനെ ആ ഒരു പറയുന്ന തരുൺ എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഓരോ അച്ചീവ്മെന്റ് സ്റ്റേറ്റ് അവാർഡ് ആവട്ടെ എന്ത് കാര്യമാണെങ്കിലും തരുൺ ആക്ച്വലി അതിനകത്ത് രേവതി വരാറുണ്ട്. പിന്നെ ഒരു കാര്യം ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ സൂര്യയുടെ വീട്ടിൽ നിങ്ങൾ പോയത്. അതും എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ബിക്കോസ് എങ്ങനെയാണ് ആ ഇൻവിറ്റേഷൻ വന്നത്? ബിക്കോസ് അതിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളിങ്ങനെ നമ്മുടെ ബന്ധുക്കളെ സൂര്യയുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ യു വെരി എക്സൈറ്റഡ്. എങ്ങനെയാ ഇൻവിറ്റേഷൻ? അല്ല അതെനിക്ക് ഞാൻ ആദ്യം ജ്യോതിക മാമിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങള് ശോഭനമാന് പകരമായിട്ട് മുംബൈയിൽ പോയി മീറ്റ് ചെയ്തിരുന്നു. അന്ന് ഞാനിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സൂര്യ സാർ വരികയും ജ്യോതിക മാം എന്നെ പറ്റി പറയുകയും അപ്പൊ ആ സമയത്ത് ഞാൻ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പം ജാവയുടെയും സൗദി വെള്ളക്കടൊക്കെ ട്രെയിലർ കാണിച്ചിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് എൻ്റെ പറഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ജ്യോതിക മാം ചെയ്തില്ല. ആ മൂവി തിരക്കും കാര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനിടയിൽ ഈ തുടരും നല്ല രീതിയിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റുഡിയോ ഗ്രീനിൽ നിന്ന് ഒരു ഓഫർ വന്നൊരു പടം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാർ അങ്ങനെ ഞാനൊന്നും പ്രിപ്പയർഡ് ഒന്നുമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹം ഈ സ്റ്റുഡിയോ ഗ്രീനിലെ ജ്ഞാനവേൽ രാജ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇവിടെ വന്നു പടം കാണാനായിട്ട്, നമ്മുടെ പടം ഒപ്പത്തിരുന്ന് കാണാൻ. അങ്ങനെ ഒന്ന് പടം കണ്ടു. പടം കണ്ട് തിരിച്ചു പോകുന്നിടത്ത് ഭയങ്കര ഹാപ്പി ഹഗ് ചെയ്ത് നമുക്ക് എന്തായാലും അസോസിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു വലിയ ബൊക്കെ വരുവാണ്. അപ്പം വിത്ത് ലവ് സൂര്യ എന്നും പറഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ ആ ബൊക്കെ വായിച്ചു സൂര്യ അയച്ചതാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായി. അപ്പം പറഞ്ഞു സാറ് പടം കണ്ടിട്ടില്ല, ഇറങ്ങിവിടാൻ പോവാന്ന്. അപ്പം പടം കണ്ടിട്ടില്ല, കണ്ടിട്ട് വിളിക്കാന്ന് പറഞ്ഞു. കണ്ടതിന് ശേഷം എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു. ഇവർ വാട്സപ്പിലാണ് വിളിക്കണേ. അപ്പം ഞാനത് കണ്ടില്ല. ഞാനപ്പം തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കണ്ടില്ല. പിന്നെ എനിക്ക് വലിയ ലോങ് ഒരു മെസ്സേജ് അയച്ചു, പ്ലീസ് കം ടു ചെന്നൈ, നമുക്ക് സംസാരിക്കാം, പടത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ലോങ് മെസ്സേജ്. അപ്പം ഞാനൊരു താങ്ക് യു അയച്ചപ്പോൾ തന്നെ വിളിച്ചു, സംസാരിച്ചു. ജ്യോതിക മാം വിളിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെന്നൈയിലേക്ക് വാ, ഞാൻ ചെന്നൈയിലുണ്ടാകാൻ വരും. പിന്നെ ചെന്ന് ഓൾമോസ്റ്റ് 2-3 hours എൻ്റെ മക്കളെ ബീച്ചിൽ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. കാരണം ഭയങ്കര നമ്മൾ കാണുന്ന സിനിമാറ്റിക് ലൈഫിനപ്പുറത്ത് വളരെ കോമൺ മാനായിട്ട് ഇപ്പം കാർത്തിനെയും കണ്ടു. അപ്പൊ ഇവരെല്ലാരും ഭയങ്കര നമുക്ക് പ്രോജക്റ്റ് ചെയ്യണം, സിനിമകൾ ചെയ്യണം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഇത്രയും ലൈഫ് സിനിമയിൽ വരുന്നത്? ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ലൈഫ് വരുന്നില്ല. ആക്ച്വലി ഇവരൊക്കെ ചെയ്ത ലൈഫുള്ള സിനിമകൾ ഒരു സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മളും ഇങ്ങനെ ലൈഫ് വേണമെന്ന് ആഗ്രഹം. പക്ഷെ വെരി എക്സൈറ്റഡ് ആണ്. ഒരുമിച്ച് പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മളോട് മുന്നോട്ട് ഓഫറുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഓഫറുകൾ കിട്ടുന്നതിന് ഒരു കുറവുകളില്ല, ഓഫർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതും ഞാൻ പറഞ്ഞ മണി മേക്കിങ്ങിന് വേണ്ടിയുള്ള ഓഫർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെ ഒരു അവർക്കും നമുക്കും ഗുണമുള്ള ഒരു സിനിമയായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം സൂര്യ എനിക്ക് ഭയങ്കര ഫാൻ ബോയ്. ലാൽ സാർ പറയുമ്പോൾ തന്നെ സൂര്യ എനിക്ക് ഭയങ്കര ഫാൻ ബോയ് ആയിട്ടുള്ള, ഞാൻ സൂര്യയുടെ ഭയങ്കര ഫാൻ ബോയ് ആണ്. എനിക്ക് പണ്ടത്തെ വാരണമായരവും അതിൻ്റെ സൂര്യയുടെ അയനും ഒക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടത്. അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ, സബ്ജക്റ്റ് വന്നാൽ, ഞാൻ ചോദിച്ചു സൂര്യക്ക് പറ്റുന്ന വല്ല സബ്ജക്റ്റുകളും ഉണ്ടോ. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നില്ല, അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാമെന്ന് വെച്ചേക്കില്ല. ഇങ്ങനെ സബ്ജക്റ്റുകൾ വരുമ്പോൾ ചെയ്യുന്നു എന്നുള്ളൂ. നല്ലൊരു പ്ലോട്ട് വന്നാൽ ഉറപ്പായിട്ടും പോകും. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം വൈഫിനെയൊക്കെ അവര് സ്വീകരിച്ച രീതികളുണ്ട്. അവര് മുറിക്കകത്ത് പോയിരിക്കുന്നു, സംസാരിക്കുന്നു, വീട് കാണിച്ചു കൊടുക്കുന്നു, എല്ലാം.
നമ്മുടെ വൈഫിന്റെ ഒരു കൂട്ടുകാരി ചെയ്യുന്ന പോലെ തന്നെയാണ് ജ്യോതി ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ജ്ഞാനവേൽ രാജ എൻ്റെ അടുക്കൽ പോകാൻ സൂര്യ ഇതുവരെയും ഒരാളോട് ഇത്രയും സ്നേഹത്തിൽ ഇടപെടുന്ന കാണാം. ഭയങ്കര റിസർവ്ഡ് ആണ്, ഭയങ്കര എവിടെയെങ്കിലും സൈലന്റ്. പക്ഷെ തരുണിനോടും ഫാമിലിയോടും സൂര്യ ഭയങ്കര ഒരു കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കണ കണ്ടിട്ടില്ല. അപ്പൊ കുഞ്ഞിനെ എടുക്കുന്നു, ബീച്ചിൽ കൊണ്ടുപോകണമെന്നൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്തത് തോന്നിയെന്നാണ്. അത് ഹാപ്പി ഒരു പ്രോജക്റ്റിലോട്ടൊക്കെ നയിക്കട്ടെ. ഡെഫിനറ്റ്ലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും എവിടെ ഇപ്പൊ നിർത്തിയിരിക്കുന്നത്? നമ്മൾ തിരിച്ച് സ്ഥലത്തെത്തി. ആണോ? ഇവിടെ നമ്മൾ എവിടെ കയറിയോ അവിടെ എത്തിയിട്ടുണ്ട്. ആണോ? ഞങ്ങൾ കൂടിയാ വാടകയ്ക്കെടുത്ത മോക്കാർ നിന്ന് ഇറങ്ങി പോകാൻ കൊടുത്ത അതിന്റെ മുതലാളി പറഞ്ഞിരിക്കുന്നു. മുതലാളി പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് ഇറങ്ങി പോകാം. അവർക്കെന്ത് തുടരുമോ അവർക്കെന്ത് മോഹൻലാൽ. ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ. മനുഷ്യൻ